അതെ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പരിപാടി ഉണ്ടായിരുന്നു, ധർണയും മാർച്ചും ഉണ്ടായിരുന്നു. എല്ലാ 13 ജില്ലകളിലും പരിപാടി ഉണ്ടായിരുന്നു. കേരള ജനതയെ വഞ്ചിച്ച ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുകയാണ്. 4 പേര് നേതാക്കന്മാർ ജയിലിലാണ്. എന്നിട്ട് അവരുടെ പേരിൽ നടപടിയില്ല. അപ്പോൾ സ്വർണ്ണക്കൊള്ളക്കാർ നടത്തിയ ആളുകളെ പരിപൂർണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളുകളെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അത് വെളിയിൽ പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ നടപടിയെടുക്കും. ഇതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മുൻ മന്ത്രിയെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അവരെ അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ പേരിൽ വരും. ഞാൻ ആദ്യമായിട്ടാണ് SITയുടെ പേര് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. SIT ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ SIT സമ്മർദ്ദത്തിന് വശംവദരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. ഇപ്പോൾ തന്നെ ഈ NSS SNDP ഐക്യം പാളിയല്ലോ. NSS പിന്മാറി, എന്താണ് അഭിപ്രായം? അത് അവരുടേതായ കാര്യങ്ങളാണ്. അത് നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും നേതൃത്വവും NSSനും ഉണ്ട്, SNDPക്കും ഉണ്ട്. ഞങ്ങളാരും ഇടപെടേണ്ട ഒരു കാര്യമല്ല. എല്ലാ കാലങ്ങളിലും NSS ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ്. സമദൂരം ശരിദൂരം എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, സമദൂരമാണ് എന്നും NSS ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരം പറയുന്നത് തെറ്റാവുള്ള നല്ല കാര്യം. അത് UDF അല്ല പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. അല്ല, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരം NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അവർ ഏത് തീരുമാനം എടുക്കുന്ന അവരുടേതായ ആഭ്യന്തര കാര്യമാണ്. അതിനൊന്നും ഞങ്ങളാരും ഇടപെടുന്നു. BJP അതറിയില്ല, അതിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ സംഘടനകളോടൊക്കെ നല്ല ബന്ധമാണ്. NSSനോടും നല്ല ബന്ധം, SNDPയോടും മുസ്ലിം സംഘടനകളോടും ക്രൈസ്തവ സംഘടനകളോടും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഈ സമുദായ സംഘടനകളോടും അവരുടെ നേതൃത്വത്തോടും ഞങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം ഞങ്ങൾ തുടരും. ഈ തുഷാർ LDയുടെ